നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫോൺ സംഭാഷണം നടത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും 45 മിനിറ്റ് നീണ്ട ചർച്ചയിൽ വ്യാപാരവും സമ്പദ് വ്യവസ്ഥയും മിഡിൽ ഈസ്റ്റിലെ സുരക്ഷയും ചർച്ചാ വിഷയമായി. ഹീത്രോ വിമാനത്താവളത്തിൽ മൂന്നാമത്തെ റൺവേ നിർമ്മിക്കുന്നതിനെ പിന്തുണയ്ക്കുമെന്ന് ചാൻസലർ റേച്ചൽ റീവ്സ്. കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടിലെ 4 ആൾക്കാർക്കും NHS സംവിധാനങ്ങൾ വഴി ലഭിച്ചത് മോശം പരിചരണം എന്ന റിപ്പോർട്ട്. ഇവരിൽ 10 പേരിൽ ഒരാൾ മാത്രമാണ് ഇതിനെതിരെ പരാതിപ്പെട്ടതെന്നും സർവേ. US നിന്ന് നാടുകടത്തിയ കുടിയേറ്റക്കാരെ നിയന്ത്രണങ്ങളില്ലാതെ സ്വീകരിക്കാൻ കൊളംബിയ സമ്മതിച്ചു. കൊളംബിയൻ ഉൽപ്പന്നങ്ങൾക്കുമുള്ള അധിക നികുതി നടപടി ഒഴിവാക്കി വൈറ്റ് ഹൗസ്. വടക്കൻ ഗാസയിലെത്താൻ ശ്രമിക്കുന്ന ആയിരക്കണക്കിന് പലസ്തീനികളെ തടഞ്ഞ ഇസ്രായേൽ സൈനിക നടപടി പിൻവലിച്ചു. ഹമാസ് ബന്ദിയാക്കിയ ഇസ്രായേലി പൗര അർബൽ യോധരെ മോചിപ്പിക്കാത്തതിലായിരുന്നു പ്രതിഷേധം. ഞായറാഴ്ച അവസാനിക്കാനിരുന്ന ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ കരാർ ഫെബ്രുവരി പകുതി വരെ നീട്ടിയതായി US-ഉം ലെബനനും അറിയിച്ചു. ഡിസംബറിൽ ദക്ഷിണ കൊറിയയിൽ മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 179 പേരുടെ മരണത്തിനിടയാക്കിയ യാത്രാ വിമാനത്തിൽ പക്ഷി ഇടിച്ചതിന്റെ തെളിവുകൾ കണ്ടെത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ. ഉത്തരാഖണ്ഡിൽ ഇന്നു മുതൽ ഏക സിവിൽ കോഡ്. ഇതോടെ സിവിൽ കോഡ് നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ മരണത്തീയതി പരാമർശിച്ചതിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത് പോലീസ്. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ ഇനി KPCC വക്താവ്. വക്താക്കളുടെ പട്ടികയിൽ സന്ദീപിനെ KPCC അധ്യക്ഷൻ ഉൾപ്പെടുത്തി. മദ്യക്കമ്പനികളുടെ ആവശ്യത്തിന് വഴങ്ങി മദ്യവില വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം ദുരൂഹമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കമ്പനികൾക്ക് കൊള്ളലാഭത്തിനു വേണ്ടി 341 ബ്രാൻഡുകളുടെ വില 10 മുതൽ 50 രൂപ വരെ വർദ്ധിപ്പിച്ച് കേരളം. വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തി ജനങ്ങളെ ഭീതിയിലാക്കിയ നരഭോജി കടുവ വനത്തിൽ മരിച്ച നിലയിൽ. കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി MPയുടെ ഭാര്യ നിഷ KM മാണി സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന 16 രജിസ്ട്രേഷൻ നമ്പറുള്ള ഇന്നോവ കാറുമായി കേരളം ചുറ്റാനൊരുങ്ങുന്നു. ലക്ഷ്യം ഇത്. വാർത്തകൾ വിശദമായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ഫോണിൽ സംസാരിക്കുകയും ഉടൻ കൂടിക്കാഴ്ച നടത്താമെന്ന് പരസ്പരം ഉറപ്പ് നൽകുകയും ചെയ്തു. പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാമർ, ഇതുവരെ വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ഞങ്ങൾ തമ്മിൽ അടുത്ത ബന്ധമാണുള്ളതെന്നും ട്രംപ് പ്രതികരിച്ചു. ഇരു നേതാക്കളും ഞായറാഴ്ച വ്യാപാരവും സമ്പദ് വ്യവസ്ഥയും മിഡിൽ ഈസ്റ്റിലെ സുരക്ഷയും 45 മിനിറ്റ് ചർച്ച ചെയ്തതായി ഡൗണിംഗ് സ്ട്രീറ്റിന്റെ അറിയിപ്പിൽ പറഞ്ഞു. സ്റ്റാമറുടെ അന്തരിച്ച സഹോദരൻ നിക്കിന്റെ മരണത്തിൽ പ്രധാനമന്ത്രിക്ക് അനുശോചനം അറിയിച്ചുകൊണ്ടാണ് ട്രംപ് സംഭാഷണം തുടങ്ങിയത്. ഗസയിലെ സുപ്രധാനമായ വെടിനിർത്തലിലും ബന്ധുക്കളുടെ കൈമാറ്റം ഉറപ്പാക്കുന്നതിലും പ്രസിഡന്റ് ട്രംപിന്റെ പങ്കിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. മിഡിൽ ഈസ്റ്റിലെ സുരക്ഷയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ഹീത്രോ വിമാനത്താവളത്തിൽ മൂന്നാമത്തെ റൺവേ നിർമ്മിക്കുന്നതിനെ പിന്തുണയ്ക്കുമെന്ന് ചാൻസലർ റേച്ചൽ റീവ്സ്. ഇതിന് പാരിസ്ഥിതിക നേട്ടമുണ്ടാകുമെന്നും സുസ്ഥിരമായ വ്യോമയാനത്തിൽ വലിയ നിക്ഷേപം വരുമെന്നും ചാൻസലർ ചൂണ്ടിക്കാട്ടി. ലണ്ടൻ സിറ്റി എയർപോർട്ടിന്റെയും സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിന്റെയും വിപുലീകരണത്തിന് ലേബർ സർക്കാർ നേരത്തെ തന്നെ ഒപ്പുവച്ചിരുന്നു. ആ 2 തീരുമാനങ്ങളും മുൻ സർക്കാർ സമീപിച്ച തീരുമാനങ്ങളായിരുന്നുവെന്നും റീവ്സ് പറഞ്ഞു. മൂന്നാമത്തെ റൺവേ യാഥാർത്ഥ്യമാകുന്നതോടെ ഹീത്രോവിൽ ഇറങ്ങാൻ കാത്തു നിൽക്കുന്ന വിമാനങ്ങൾ ലണ്ടൻ ചുറ്റിക്കറങ്ങുന്ന അവസ്ഥ ഇല്ലാതാകുമെന്നും റീവ്സ് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടിന്റെ 4 ആൾക്കാർക്കും NHS സംവിധാനങ്ങൾ വഴി ലഭിച്ചത് മോശം പരിചരണം എന്ന റിപ്പോർട്ട്. എന്നാൽ ഇവരിൽ 10 പേരിൽ ഒരാൾ മാത്രമാണ് ഇതേപ്പറ്റി പരാതിപ്പെട്ടതെന്ന് ഹെൽത്ത് വാച്ച് ഇംഗ്ലണ്ടിന്റെ റിപ്പോർട്ട് വെളിപ്പെടുത്തി. സർവേയിൽ പങ്കെടുത്ത പകുതിയിലധികം പേരും NHS പ്രക്രിയയിലോ ഫലത്തിലോ തൃപ്തരല്ലെന്നും റിപ്പോർട്ട്. ആരോഗ്യ സേവനത്തിന്റെ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിൽ വ്യാപകമായ അപാകതകളുമുണ്ട്. പരാതികൾ കൂടുതൽ ഗൗരവമായി എടുക്കാൻ NHS സംവിധാനം ശ്രമിക്കുന്നില്ലെന്ന് വാച്ച്ഡോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവായ ലൂയിസ് അൻസാരി കുറ്റപ്പെടുത്തി. US-ൽ നിന്ന് നാടുകടത്തപ്പെട്ട കുടിയേറ്റക്കാരെ നിയന്ത്രണങ്ങളില്ലാതെ സ്വീകരിക്കാൻ കൊളംബിയ സമ്മതിച്ചതോടെ കൊളംബിയൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള അധിക നികുതി നടപടി ഒഴിവാക്കി അമേരിക്ക. ഞായറാഴ്ച 2 US സൈനിക നാടുകടത്തൽ വിമാനങ്ങൾ കൊളംബിയയിൽ ഇറങ്ങുന്നത് വിലക്കിയ ശേഷം എല്ലാ കൊളംബിയൻ ഉൽപ്പന്നങ്ങൾക്കും 25% താരിഫ് ഏർപ്പെടുത്താൻ ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടിരുന്നു. സ്വദേശത്തേക്ക് തിരിച്ചയക്കുന്ന പൗരന്മാരെ കുറ്റവാളികളെ പോലെ പരിഗണിക്കാതെ സിവിലിയൻ വിമാനങ്ങളെ സ്വീകരിക്കുമെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ആദ്യം പ്രതികരിച്ചു. US സൈനിക വിമാനത്തിലെത്തുന്ന കുടിയേറ്റക്കാരെ കാലതാമസം കൂടാതെ സ്വീകരിക്കാൻ കൊളംബിയ സമ്മതിച്ചതായാണ് വൈറ്റ് ഹൗസ് അറിയിച്ചത്. ഡച്ച് മ്യൂസിയത്തിൽ നിന്ന് 4 സ്വർണ്ണ പുരാവസ്തുക്കൾ മോഷ്ടിക്കപ്പെട്ടു. സ്വർണവും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച വിലമതിക്കാനാകാത്ത റൊമാനിയൻ ആഭരണങ്ങളുടെ പ്രദർശനമുള്ള അസനിലെ ട്രെൻഡ്സ് മ്യൂസിയത്തിൽ മോഷ്ടാക്കൾ സ്ഫോടനമുണ്ടാക്കി കവർച്ച നടത്തിയത് ശനിയാഴ്ച പുലർച്ചെയായിരുന്നു. 3 ഡാസിൻ വളകളും
പ്രദർശനത്തിൻ്റെ പ്രധാന ആകർഷണമായ 2500 വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയ കോട്ട് ഓഫ് ഇനസ്റ്റിയുടെ ഹെൽമറ്റും മോഷ്ടാക്കൾ കവർ ചെയ്തു. മോഷ്ടിച്ച വസ്തുക്കൾ വീണ്ടെടുക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് റൊമാനിയ സാംസ്കാരിക മന്ത്രാലയം ഉറപ്പു നൽകി. വടക്കൻ ഗാസയിലെത്താൻ ശ്രമിക്കുന്ന ആയിരക്കണക്കിന് പലസ്തീനികളെ തടഞ്ഞ ഇസ്രായേൽ സൈനിക നടപടി പിൻവലിച്ചു. ഹമാസ് ഈ ആഴ്ച 6 ബന്ദികളെ മോചിപ്പിക്കുമെന്നും തിങ്കളാഴ്ച മുതൽ വടക്കൻ പ്രദേശത്തെ വീടുകളിലേക്ക് മടങ്ങാൻ ഗസക്കാരെ ഇസ്രായേൽ അനുവദിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. ശനിയാഴ്ച ഹമാസ് 4 സൈനികരെ വിട്ടയച്ചതിനൊപ്പം ഹമാസ് ബന്ദിയാക്കിയ ഇസ്രായേലി പൗര അർബൽ യഹൂദിനെ മോചിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു വടക്കൻ ഗാസയിലേക്കുള്ള പ്രവേശനം ഇസ്രായേൽ തടഞ്ഞത്. ഹമാസ് വ്യാഴാഴ്ച അർബൽ യഹൂദിനെ മറ്റ് 2 ബന്ദികളെയും വിട്ടയക്കുമെന്നും ശനിയാഴ്ച 3 പേരെ കൂടി വിട്ടയക്കുമെന്നും ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച നെതന്യാഹുവും ഖത്തറും ഉറപ്പു നൽകി. കാലിഫോർണിയയിലെ ജലനയം അസാധുവാക്കാൻ ഉത്തരവിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീയണക്കൽ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനാണ് ആവശ്യമെങ്കിൽ കാലിഫോർണിയയിലെ ഇപ്പോഴത്തെ ജലനയം റദ്ദാക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. തുടർച്ചയായ കാട്ടുതീ നാശം വിതയ്ക്കുകയാണ് ഇപ്പോഴും ലോസ് ആഞ്ചലസിൽ. അവിടെ സന്ദർശിച്ച് 2 ദിവസത്തിന് ശേഷമാണ് ട്രംപ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഞായറാഴ്ച അവസാനിക്കാനിരുന്ന ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ കരാർ ഫെബ്രുവരി പകുതി വരെ നീട്ടിയതായി യുഎസും ലെബനനും അറിയിച്ചു. ലെബനൻ ഗവൺമെന്റ് കരാർ പൂർണ്ണമായി നടപ്പാക്കിയില്ല എന്നാരോപിച്ച് സമയപരിധി അവസാനിച്ചതോടെ ലെബനനിൽ സൈന്യത്തെ വിന്യസിച്ചിരിക്കുകയായിരുന്നു ഇസ്രായേൽ. രാജ്യത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള വീടുകളിലേക്ക് മടങ്ങാൻ ശ്രമിച്ച 22 പേരെ ഇസ്രായേലി സൈനികർ വെടിവെച്ച് കൊല്ലുകയും 124 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം ഞായറാഴ്ച അറിയിച്ചു. ഡിസംബറിൽ ദക്ഷിണ കൊറിയയിൽ മൂവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തകർന്ന് 179 പേരുടെ മരണത്തിനിടയാക്കിയ യാത്രാ വിമാനത്തിൽ പക്ഷി ഇടിച്ചതിൻ്റെ തെളിവുകൾ കണ്ടെത്തിയതായി അന്വേഷണ സംഘം ഉദ്യോഗസ്ഥർ. ജെജു എയർലൈൻ വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളിലും തൂവലുകളും രക്തക്കറകളും കണ്ടെത്തിയതായി തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പറയുന്നു. പക്ഷി ആക്രമണത്തിൻ്റെ പങ്കിലും വിമാനം ഇടിച്ചു തകർന്ന റൺവേയുടെ അറ്റത്തുള്ള കോൺക്രീറ്റ് ഖനനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അപകടത്തെപ്പറ്റിയുള്ള അന്വേഷണം ദക്ഷിണ കൊറിയ തുടരും. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ കിഴക്കൻ ഭാഗത്തുള്ള ഗോമ നഗരത്തിൻ്റെ നിയന്ത്രണം തങ്ങൾ ഏറ്റെടുത്തതായി M23 പ്രസ്ഥാനത്തിൻ്റെ വിമതർ അവകാശവാദം ഉന്നയിച്ചു. M23 വിമതർ ഗോമയുടെ പ്രധാന തെരുവുകളിൽ പട്രോളിംഗ് നടത്തുന്ന വീഡിയോ പുറത്തുവന്നു. കോങ്കോ സൈന്യത്തിനെതിരെ ഞായറാഴ്ച നടന്ന മിന്നൽ വിമത മുന്നേറ്റത്തെ തുടർന്ന് 10,000-കണക്കിന് ആളുകൾ അയൽപട്ടണങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ്. ഉത്തരാഖണ്ഡിൽ ഇന്നു മുതൽ ഏക സിവിൽ കോഡ് നടപ്പാക്കും. ഇതോടെ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറി. വിവാഹം ഉൾപ്പെടെയുള്ളവ രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉദ്ഘാടനം ചെയ്യും. ഉത്തരാഖണ്ഡിൽ നിലവിലുള്ള സർക്കാർ വന്ന ശേഷം സംസ്ഥാനത്ത് UCC നടപ്പാക്കാൻ മന്ത്രിസഭ ആദ്യ യോഗത്തിൽ തന്നെ തീരുമാനിച്ചതാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചാൽ മനീഷ് സിസോദിയ വീണ്ടും ഉപമുഖ്യമന്ത്രിയാകുമെന്ന് ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. മനീഷ് സിസോദിയ മത്സരിക്കുന്ന ജംഗ്പുര മണ്ഡലത്തിലെ പൊതുയോഗത്തിലാണ് കെജ്രിവാൾ ഇക്കാര്യം വ്യക്തമാക്കിയത്. താനും സിസോദിയും ചേർന്നാണ് കുട്ടികളുടെ നല്ല ഭാവിക്കായി സർക്കാർ സ്കൂളുകൾ മികച്ചതാക്കിയത്. BJP അധികാരത്തിലെത്തിയാൽ സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടാനാണ് തീരുമാനമെന്നും കെജ്രിവാൾ ആരോപിച്ചു. ബോളിവുഡ് താരം വിക്കി കൗശലിനെ നായകനാക്കി ലക്ഷ്മൺ ഉത്തേക്കർ സംവിധാനം ചെയ്യുന്ന ചിത്രമായ ഛാവയ്ക്കെതിരെ മഹാരാഷ്ട്ര മന്ത്രി രംഗത്തെത്തി. ഛത്രപതി ശിവാജിയുടെ മകനും മറാത്ത രാജാവുമായിരുന്ന സംഭാജിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയെടുക്കുന്ന ചിത്രമാണ് ഛാവ. സിനിമയിൽ പുറത്തു വന്ന ടീസറിലെ നൃത്തം ചെയ്യുന്ന രംഗം ഉദ്ധരിച്ച് മഹാരാഷ്ട്ര മന്ത്രി ഉദയ് സാമന്താണ് ചിത്രത്തിനെതിരെ എതിർപ്പുയർത്തിയത്. ഈ രംഗം നീക്കം ചെയ്യണമെന്നും ചരിത്രകാരന്മാരെയും പണ്ഡിതന്മാരെയും സിനിമ ആദ്യം കാണിക്കണമെന്നും അവർ എതിർപ്പ് ഉന്നയിച്ചാൽ ഞങ്ങളത് റിലീസ് ചെയ്യാൻ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ മരണത്തീയതി പ്രഖ്യാപിച്ചതിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത പോലീസ്. ഹിന്ദുത്വ ഗ്രൂപ്പായ അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ പരാതിയിലാണ് തെക്കൻ കൊൽക്കത്തയിലെ ഭവാരിപൂർ പോലീസ് രാഹുലിനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. ജനുവരി 23-നായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം. അന്നേ ദിവസം രാഹുൽ ഗാന്ധി സമൂഹമാധ്യമമായ Xൽ പങ്കുവച്ച കുറിപ്പിൽ നേതാജിയുടെ മരണത്തീയതിയായി 1945 ഓഗസ്റ്റ് 18 എന്ന് കുറിച്ചിരുന്നു. ഇതിൽ രാഹുൽ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയിരുന്നു. കർണാടകയിൽ രാവിലെ നടക്കാനിറങ്ങിയ ഡോക്ടറെ അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയി. 6 കോടി രൂപ നൽകിയില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ സംഘം തൊട്ടടുത്ത ദിവസം ഡോക്ടർക്ക് 300 രൂപ യാത്രാക്കൂലി നൽകി വിട്ടയക്കുകയായിരുന്നു. ബെല്ലാരി ജില്ലയിലെ ആശുപത്രിയിലെ കുട്ടികളുടെ ഡോക്ടറായ ഡോക്ടർ സുനിലിനെയാണ് അജ്ഞാതർ ശനിയാഴ്ച രാവിലെ സൂര്യനാരായൺപേട്ടയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയെന്ന് പോലീസ് പറഞ്ഞു. തുടർന്ന് ഡോക്ടറുടെ സഹോദരനും മദ്യവ്യാപാരി സംഘടനയുടെ ജില്ലാ നേതാവുമായ വേണുഗോപാൽ ഗുപ്തയെ വിളിച്ച് 6 കോടി രൂപ ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യം പോലീസിൽ അറിയിച്ചതോടെ കർശന പരിശോധന നടത്തുകയും ഞായറാഴ്ച കുറ്റവാളികൾ ഡോക്ടറെ പാടത്ത് ഉപേക്ഷിക്കുകയുമായിരുന്നു പോലീസ് പറയുന്നു. BJP വിട്ട് കേരളത്തിലെത്തിയ സന്ദീപ് വാര്യറിനെ KPCCയുടെ വക്താക്കളുടെ പട്ടികയിൽ സന്ദീപിനെ KPCC അധ്യക്ഷൻ K സുധാകരൻ ഉൾപ്പെടുത്തി. പുനഃസംഘടനയിൽ സന്ദീപിന് കൂടുതൽ സ്ഥാനങ്ങൾ നൽകും. ആദ്യഘട്ടമായാണ് വക്താവാക്കുന്നത്. വക്താവായതോടെ കോൺഗ്രസിന് വേണ്ടി ഇനി ചാനൽ ചർച്ചകളിൽ സന്ദീപ് വാര്യരും പ്രത്യക്ഷപ്പെടും. മദ്യക്കമ്പനികളുടെ ആവശ്യത്തിന് വഴങ്ങി മദ്യവില വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം ദുരൂഹമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കമ്പനികൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി 341 ബ്രാൻഡുകളുടെ വിലയാണ് 10 മുതൽ 50 രൂപ വരെ സർക്കാർ വർദ്ധിപ്പിച്ചത്. ഇതിൽ ജനപ്രിയ ബ്രാൻഡുകളുടെ എല്ലാം വില സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വില വർദ്ധിപ്പിച്ച മദ്യത്തിൻ്റെ പട്ടികയിൽ മദ്യനിർമ്മാണ കമ്പനി സ്ഥാപിക്കാൻ
സർക്കാർ രഹസ്യമായി അനുമതി നൽകിയ ഒയാസിസ് കമ്പനിയുടെ വിവിധ ബ്രാൻഡുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. സർക്കാരിൻ്റെ ഈ തീരുമാനം സംശയകരമാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു. വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ കടുവ ചത്തു. രാധ എന്ന സ്ത്രീയെ കൊലപ്പെടുത്തി ഭക്ഷിച്ച നരഭോജി കടുവയാണ് ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം. കടുവ ചത്ത വിവരം വനംവകുപ്പ് സ്ഥിരീകരിച്ചു. ഓപ്പറേഷൻ ഡേയിൽ ദൗത്യസംഘമാണ് ചത്ത നിലയിൽ കടുവയെ കണ്ടെത്തിയത്. കടുവയുടെ ശരീരത്തിൽ മുറിവുകളുണ്ട്. അതേസമയം കടുവയെ വെടിവെച്ചിട്ടില്ലെന്ന് വനംവകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ അരുൺ സക്കറിയ വ്യക്തമാക്കി. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എംപിയുടെ ഭാര്യയും ക്യാൻസർ അതിജീവിതയുമായ നിഷ ജോസ് കെ മാണി പുതിയൊരു സാമൂഹിക ദൗത്യത്തിനൊരുങ്ങുകയാണ്. സ്ത്രീകളുടെ സ്ഥാനാർബുദം നേരത്തെ കണ്ടെത്തുക എന്ന സന്ദേശവുമായി കേരളത്തിനകത്തും പുറത്തും കാരുണ്യ സന്ദർശയാത്ര നടത്തുന്നുണ്ട്. 29-ന് തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. യാത്രയുടെ ലോഗോ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് പ്രകാശനം ചെയ്തു. KM മാണി സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന 1616 എന്ന രജിസ്ട്രേഷൻ നമ്പറിലെ ഇന്നോവ കാറിലാണ് നിഷ യാത്ര ചെയ്യുക. സ്ഥാനാർബുദം നേരത്തെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ഈ അവബോധം സമൂഹത്തിൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാരുണ്യ സന്ദർശയാത്ര നടത്തുന്നതെന്ന് നിഷ ജോസ് കെ മാണി പറഞ്ഞു. ഇനി പൗണ്ട് റേറ്റ്: ഒരു പൗണ്ട് 107.48 ഇന്ത്യൻ രൂപ, ഒരു $, 86.38 രൂപ, ഒരു യൂറോ 90.4 രൂപ, ഒരു പൗണ്ട് 1.24 $. സ്പാനിഷ് ലാലിഗയിൽ ഗോൾ മഴ സൃഷ്ടിച്ച് ബാഴ്സലോണയുടെ ഐതിഹാസിക പ്രകടനം. വലൻസിയക്കെതിരായ മത്സരത്തിൽ ബാഴ്സ അടിച്ചുകൂട്ടിയത് 7 ഗോളുകൾ, വഴങ്ങിയത് ഒരേ ഗോളും. യുവതാരം ഫെർമിൻ ലോപ്പസിന്റെ ഇരട്ട ഗോളാണ് ബാർസ വിജയത്തെ ശ്രദ്ധേയമാക്കിയത്. ആദ്യ പകുതിയിൽ ബാർസ എതിരില്ലാതെ 5 ഗോളുകൾക്ക് മുന്നിലായിരുന്നു. വലൻസിയയുടെ ആശ്വാസ ഗോൾ 59-ാം മിനിറ്റിൽ ഹ്യൂഗോ ഡ്യൂറോ നേടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫോൺ സംഭാഷണം നടത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും. 45 മിനിറ്റ് നീണ്ട ചർച്ചയിൽ വ്യാപാരവും സമ്പദ് വ്യവസ്ഥയും മിഡിൽ ഈസ്റ്റിലെ സുരക്ഷയും ചർച്ചാ വിഷയമായി. ഹീത്രോ വിമാനത്താവളത്തിൽ 3ാമത്തെ റൺവേ നിർമ്മിക്കുന്നതിനെ പിന്തുണയ്ക്കുമെന്ന് ചാൻസലർ റേച്ചൽ റീവ്സ്. കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടിലെ 4-1 ആൾക്കാർക്കും NHS സംവിധാനങ്ങൾ വഴി ലഭിച്ചത് മോശം പരിചരണം എന്ന റിപ്പോർട്ട്. ഇവരിൽ 10 പേരിൽ ഒരാൾ മാത്രമാണ് ഇതിനെതിരെ പരാതിപ്പെട്ടതെന്നും സർവേ. US നിന്ന് നാടുകടത്തിയ കുടിയേറ്റക്കാരെ നിയന്ത്രണങ്ങളില്ലാതെ സ്വീകരിക്കാൻ കൊളംബിയ സമ്മതിച്ചു. കൊളംബിയൻ ഉൽപ്പന്നങ്ങൾക്കുമുള്ള അധിക നികുതി നടപടി ഒഴിവാക്കി വൈറ്റ് ഹൗസ്. വടക്കൻ ഗാസയിലെത്താൻ ശ്രമിക്കുന്ന ആയിരക്കണക്കിന് പലസ്തീനികളെ തടഞ്ഞ ഇസ്രായേൽ സൈനിക നടപടി പിൻവലിച്ചു. ഹമാസ് ബന്ദിയാക്കിയ ഇസ്രായേലി പൗര അർബൽ യഹൂദരെ മോചിപ്പിക്കാത്തതിലായിരുന്നു പ്രതിഷേധം. ഞായറാഴ്ച അവസാനിക്കാനിരുന്ന ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ കരാർ ഫെബ്രുവരി പകുതി വരെ നീട്ടിയതായി US-ഉം ലെബനനും അറിയിച്ചു. ഡിസംബറിൽ ദക്ഷിണ കൊറിയയിൽ മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 179 പേരുടെ മരണത്തിനിടയാക്കിയ യാത്രാ വിമാനത്തിൽ പക്ഷി ഇടിച്ചതിന്റെ തെളിവുകൾ കണ്ടെത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ. ഉത്തരാഖണ്ഡിൽ ഇന്നു മുതൽ ഏക സിവിൽ കോഡ്. ഇതോടെ സിവിൽ കോഡ് നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ മരണത്തീയതി പരാമർശിച്ചതിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത് പോലീസ്. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ ഇനി KPCC വക്താവ്. വക്താക്കളുടെ പട്ടികയിൽ സന്ദീപിനെ KPCC അധ്യക്ഷൻ ഉൾപ്പെടുത്തി. മദ്യക്കമ്പനികളുടെ ആവശ്യത്തിന് വഴങ്ങി മദ്യവില വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം ദുരൂഹമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കമ്പനികൾക്ക് കൊള്ളലാഭത്തിനു വേണ്ടി 341 ബ്രാൻഡുകളുടെ വില 10 മുതൽ 50 രൂപ വരെ വർദ്ധിപ്പിച്ച് കേരളം. വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തി ജനങ്ങളെ ഭീതിയിലാക്കിയ നരഭോജി കടുവ വനത്തിൽ മരിച്ച നിലയിൽ. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എംപിയുടെ ഭാര്യ നിഷ KM മാണി സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന 1616 രജിസ്ട്രേഷൻ നമ്പറിലെ ഇന്നോവ കാറുമായി കേരളം ചുറ്റാൻ ഒരുങ്ങുന്നു. ലക്ഷ്യം ഇത്. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.